നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനം VC-മാരുടെ പട്ടിക നൽകിയിട്ടുണ്ടെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ AYFന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. റീപോസ്റ്റ്മോർട്ടം വേണ്ടെന്ന ഷാർജയിൽ ജീവനൊടുക്കിയ വിഭജികയുടെ കുടുംബം. സംസ്കാരം നീണ്ടുപോകുമെന്ന കാരണം കൊണ്ടാണ് കുഞ്ഞിന്റെ മൃതദേഹം UAE-യിൽ സംസ്കരിക്കാൻ സമ്മതിച്ചതെന്നും കുടുംബം. കൊല്ലത്തെ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചു. തേവലക്കര ബോയ്സ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുനാണ് മരിച്ചത്. 13 വയസ്സായിരുന്നു. സംഭവത്തിൽ അന്വേഷിച്ച അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മഴ മുന്നറിയിപ്പിൽ മാറ്റം. 4 ജില്ലകളിൽ റെഡ് അലർട്ട്, 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. കേരള സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനം VC-മാരുടെ പട്ടിക നൽകിയിട്ടുണ്ടെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. 2 ദിവസം കൊണ്ട് തീരുമാനമുണ്ടായില്ലെങ്കിൽ നോക്കാമെന്നും ഇല്ലെങ്കിൽ ഗവർണറുമായി ആശയവിനിമയം നടത്തുമെന്നും സർക്കാരിന് ഇക്കാര്യത്തിൽ പിടിവാശിയില്ലെന്നും സർക്കാർ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധിയൊന്നും ഉണ്ടാകാൻ അനുവദിക്കില്ല. നമ്മുടെ സർവകലാശാലകളിൽ നന്നായി അധ്യയനം നടക്കണം, അക്കാദമിക് അന്തരീക്ഷം നല്ലതുപോലെ മുന്നോട്ട് പോകണം. അതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. വളരെ നല്ല രീതിയിലാണ് കഴിഞ്ഞ 4 വർഷവും നമ്മൾ പോയിട്ടുള്ളത്. മാത്രമല്ല 4 ഇയർ UG പ്രോഗ്രാം ഏറ്റവും ഭംഗിയായ നിലയിൽ യാതൊരു പരാതികൾക്കും ഇടയില്ലാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഇത്തരം ഭരണപരമായിട്ടുള്ള തർക്കവിതർക്കങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുകയാണ് ശരി. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇക്കാര്യത്തിൽ നല്ല നിലയിലുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അല്ലെങ്കിൽ എന്താ സർക്കാരിന് പിടിവാശി? സർക്കാർ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. എഴുതി വയ്ക്കപ്പെട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി വയ്ക്കപ്പെട്ട നിയമത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ് സർക്കാർ സംസാരിച്ചിട്ടുള്ളത്. അതിലപ്പുറത്തേക്ക് 1 ഇഞ്ച് പോയിട്ടില്ല, ഒരു അല്പം പോലും പോയിട്ടില്ല. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഇതുവരെ കേരള ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ 4 വർഷക്കാലം എടുത്ത ഏതെങ്കിലും ഒരു നടപടി എഴുതി വയ്ക്കപ്പെട്ട നിയമത്തിനപ്പുറത്താണോ എന്ന് നിങ്ങൾ പരിശോധിക്കൂ. വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെ AYFന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് അവകാശ പത്രിക മാർച്ച് സംഘടിപ്പിച്ചു. VC-മാരെ ഉപയോഗിച്ച് സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കരുതെന്നും കലാലയ രാഷ്ട്രീയം സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടപ്പിലാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അഭിപ്രായം കൂടെ തേടിയിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നൽകുന്നത്. ഈ പ്രാവശ്യത്തെ അവകാശ പത്രികയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും നശിപ്പിക്കുവാൻ ചിലർ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ അവകാശ പത്രിക AISF ഇന്ന് കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിക്ക് നൽകിയത്. കേരളത്തിൻ്റെ ബഹുമാനായ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഈ അവകാശ പത്രിക ഞങ്ങൾ നൽകിയത്. നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും കൂടുതൽ വലിയ ആശങ്കയായി ഇന്ന് നിലനിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രശ്നമല്ല. ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള കുറച്ച് നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത തരത്തിൽ ഗവർണർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ സംരക്ഷിക്കേണ്ട അധികാരി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുവാൻ കടന്നു വരുന്നൊരു കാലയളവ്. ഈ അവകാശ പത്രികയിൽ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ ചാൻസലറാവുന്ന ഗവർണർ അദ്ദേഹത്തിൻ്റെ അനുയായികളായ താൽക്കാലിക VC-മാരെ കൊണ്ട് നടപ്പിലാക്കുന്ന RSSന്റെ നയങ്ങൾ അത് തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഏറ്റവും ആശങ്കയോടുകൂടി AISF ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ വിദ്യാർത്ഥി സംഘടനയായ ABVP പ്രവർത്തകർ പ്രതിഷേധിച്ചു. കീം മേഖലയിൽ സ്തംഭനാവസ്ഥയ്ക്കെതിരെയായിരുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. പ്രതിഷേധക്കാർ റോഡിൽ ഇരുന്ന മുദ്രാവാക്യം മുഴക്കിയതോടെ പോലീസ് അറസ്റ്റ് ചെയ്തു AR ക്യാമ്പിലേക്ക് മാറ്റി. റീപോസ്റ്റ്മോർട്ടം വേണ്ടെന്ന ഷാർജയിൽ ജീവനൊടുക്കിയ വിഭജികയുടെ കുടുംബം. സംസ്കാരം നീണ്ടുപോകുമെന്ന കാരണം കൊണ്ടാണ് കുഞ്ഞിന്റെ മൃതദേഹം UAE-യിൽ സംസ്കരിക്കാൻ സമ്മതിച്ചതെന്നും കുടുംബം വ്യക്തമാക്കി.
വിഭജികയുടെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസമെന്നും UAE നിയമത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കുടുംബം പറഞ്ഞു. വിഭജികയുടെ മൃതദേഹം നാട്ടിലും കുഞ്ഞിന്റെ മൃതദേഹം UAE സംസ്കരിക്കാനാണ് തീരുമാനം. ഇതൊരു മത്സരമല്ലെന്നും കുഞ്ഞിന്റെ മൃതദേഹം വെച്ച് കളിക്കാൻ തയ്യാറല്ലെന്നും കുടുംബം പറഞ്ഞു. വിഭജികയുടെ മരണം ആത്മഹത്യ തന്നെയെന്നാണ് റിപ്പോർട്ട്. UAE നിയമത്തിൽ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനി റീപോസ്റ്റ്മോർട്ടം നടത്തേണ്ടതില്ല. മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നത്. കോടതി നിന്ന് എല്ലാവർക്കും നന്ദിയെന്നും കുടുംബം അറിയിച്ചു. കൊല്ലം കേരളപുരം സ്വദേശിയായ വിഭജികയെയും 1.5 വയസ്സുള്ള മകളെയും ഷാർജയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ നാട്ടിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും DGPക്കും വിഭജികയുടെ കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഭജികയുടെ അമ്മ ശൈലജയുടെ പരാതിയിൽ കുണ്ട്ര പോലീസ് കേസെടുത്തത്. വിഭജികയുടെ ഭർത്താവ് നിതീഷിനെ 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തത്. നിതീഷിന്റെ സഹോദരി നീതു 2-ാം പ്രതിയും അച്ഛൻ 3-ാം പ്രതിയുമാണ്. ന്യൂസ് കൊല്ലം. കൊല്ലത്തെ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചു. തേവലക്കര ബോയ്സ് സ്കൂളിൽ 8-ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. 13 വയസ്സായിരുന്നു. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. കെട്ടിടത്തിന്റെ മുകളിൽ ഉയർന്ന വോൾട്ടേജ് ലൈനുകൾ കടന്നുപോകുന്ന ഭാഗത്താണ് മിഥുന്റെ ചെരുപ്പ് വീണതെന്നാണ് പ്രാഥമിക വിവരം. ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ മിഥുൻ വൈദ്യുതി കമ്പിയിൽ സ്പർശിക്കുകയും ഷോക്കേൽക്കുകയുമായിരുന്നു. ഉടൻ തന്നെ സ്കൂൾ അധികൃതരും സഹപാഠികളും ചേർന്ന് മിഥുനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. M5 ന്യൂസ് കൊല്ലം. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8-ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം അതീവ ദുഃഖകരമെന്ന വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ശുഭപ്രതീക്ഷയുണ്ടെന്ന മധ്യസ്ഥ സംഘം. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ ഇന്നലെ വീണ്ടും കണ്ടുവെന്നും യമനിലെ ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്തിയെന്നും മധ്യസ്ഥ സംഘം പറയുന്നു. തുടർ ചർച്ചകളിലൂടെ ധാരണയിലെത്താമെന്നാണ് പ്രതീക്ഷയെന്നും വിഷയത്തിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും മധ്യസ്ഥ സംഘം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം വധശിക്ഷ ഒഴിവാക്കുന്നതിനെതിരെ തലാലിന്റെ സഹോദരൻ രംഗത്തെത്തിയിരുന്നു. പാലക്കാട് ജില്ലയിൽ നിപ്പ ബാധിച്ച 2 പേർ മരിച്ച പശ്ചാത്തലത്തിൽ അതിർത്തികളിൽ പരിശോധന കർശനമാക്കി. തമിഴ്നാടിന്റെ അതിർത്തികളിൽ പരിശോധന ഇന്നും തുടരുകയാണ്. ആനക്കട്ടി, മീനാക്ഷിപുരം, ഗോവിന്ദപുരം, വേലന്താവളം ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങളിലെ യാത്രക്കാരുടെ ശരീര താപനില പരിശോധിച്ച ശേഷം പനിയോ മറ്റു രോഗങ്ങളോ ഇല്ലെന്ന് ഉറപ്പാക്കിയാണ് കടത്തിവിടുന്നത്. ഇന്നലെ പാലക്കാട് ചങ്ങലേരിയിൽ നിപ്പ ബാധിച്ച് മരിച്ച വ്യക്തിയുടെ മകനാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് രോഗമുണ്ടെന്ന് വ്യക്തമായത്. ഹൈറിസ്ക് കാറ്റഗറിയിൽ നിരീക്ഷണത്തിലായിരുന്നു ഇദ്ദേഹം. 32-കാരനായ ഇദ്ദേഹമാണ് അച്ഛൻ അവശനായി ആശുപത്രിയിൽ കഴിഞ്ഞ സമയത്ത് ഒപ്പമുണ്ടായിരുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് യുവാവ്. ആരോഗ്യനില സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പാലക്കാട് നിപ്പ രോഗം ബാധിക്കുന്ന 3-ാമത്തെയാളാണ് ഈ 32-കാരൻ. ഒരു യുവതിക്കാണ് ആദ്യം പാലക്കാട് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് 58-കാരൻ നിപ്പ രോഗം ബാധിച്ച് മരിച്ചത്. പ്രാഥമിക, ദ്വിതീയ സമ്പർക്ക പട്ടികകളിലായി ജില്ലയിൽ 347 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. നിപ്പ സ്ഥിരീകരിച്ച തച്ചനാട്ടുകര സ്വദേശിനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. മരിച്ച 58-കാരനായ കുമരമ്പത്തൂർ സ്വദേശി ജോലി ചെയ്ത അട്ടപ്പാടി അഗളിയിലെ കളമല്ലയിലെ തോട്ടം കഴിഞ്ഞ ദിവസം വിദഗ്ധ സംഘം പരിശോധിച്ചു. നിയന്ത്രണമുള്ള മേഖലയിൽ നിന്ന് 160 വവ്വാലുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. M5 ന്യൂസ് പാലക്കാട്. കൊല്ലത്ത് 4 വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചു. SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് H1 സ്ഥിരീകരിച്ചത്. പനി ബാധിച്ച കുട്ടികൾക്ക് പരിശോധന നടത്തിയപ്പോഴാണ് H1 സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് അധികൃതർ നടപടി തുടങ്ങിയിട്ടുണ്ട്. പനി ബാധിച്ച മറ്റു കുട്ടികളെയും ടെസ്റ്റ് ചെയ്യും. കൂടുതൽ കുട്ടികൾക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കും. സേവൻ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ പന്നിപ്പനി എന്നറിയപ്പെടുന്ന അസുഖം 2009 മുതൽ അന്താരാഷ്ട്ര തലത്തിൽ പകർച്ചവ്യാധിയായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രോഗമാണ്. RNA വൈറസുകളുടെ ഗണത്തിൽപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസ വൈറസാണിത്. പന്നികളിലും മറ്റും വരെ വേഗം പടരുന്ന ഈ വൈറസ് മനുഷ്യരിൽ ശ്വാസകോശ രോഗങ്ങളും ഉണ്ടാക്കും. M5 ന്യൂസ് കൊല്ലം. തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ BJP നേതാവ് PC ജോർജിനെതിരെ കേസെടുത്തു. കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. പ്രസംഗം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെന്നാണ് FIR. HRDS സെക്രട്ടറി അജി കൃഷ്ണനാണ് കേസിലെ 2-ാം പ്രതി. കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ നടപടി. PC ജോർജിനെതിരെ കേസെടുക്കണമെന്ന തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തൊടുപുഴ പോലീസിന് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. PC ജോർജിന്റെ പരാമർശത്തിൽ കേസെടുക്കാമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അടിയന്തരാവസ്ഥയുടെ വാർഷികമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിലായിരുന്നു PC ജോർജിന്റെ വിദ്വേഷ പ്രസംഗം.
കേരളത്തിൽ വർഗീയത കൂടുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങളിലായിരുന്നു പി സി ജോർജ് നടത്തിയത്. മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറുന്നത് ഗുണകരമല്ലെന്ന് പി സി ജോർജ് പറഞ്ഞിരുന്നു. ഇക്കാര്യം മുസ്ലിം സമൂഹം കൂടി പരിശോധിക്കണം. രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരുത്തനും ഇവിടെ താമസിക്കേണ്ട. ഇതിന്റെ പേരിൽ വേണമെങ്കിൽ പിണറായിക്ക് ഒരു കേസ് കൂടി തന്റെ പേരിൽ എടുക്കാം. കോടതിയിൽ തീർത്തോളാമെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു. കുറ്റിപ്പുറത്തെ നഴ്സ് ആമിനയുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മുൻ ജീവനക്കാരും സഹപ്രവർത്തകരും രംഗത്ത്. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് കടുത്ത മാനസിക സമ്മർദ്ദമാണ് ആമിന അടക്കമുള്ള ജീവനക്കാർ നേരിടേണ്ടി വന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു. കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം നഴ്സിംഗ് അസിസ്റ്റന്റ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണത്തിനായി മുറവിളി ഉയരുകയാണ്. കുറ്റിപ്പുറം അമാന ആശുപത്രി നഴ്സിംഗ് ജീവനക്കാരി എറണാകുളം കോതമംഗലം പല്ലാരിമംഗലം സ്വദേശി ആമിനയുടെ ദുരൂഹമരണത്തെ തുടർന്നാണ് ആശുപത്രി മാനേജ്മെന്റിനെതിരെയാണ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവിധ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ആവശ്യവുമായി സമരപരിപാടികളും നടന്നു വരുന്നുണ്ട്. ആമിന ജീവനൊടുക്കിയതിന് പിന്നിൽ ആശുപത്രിയിലെ ജനറൽ മാനേജറുടെ മാനസിക പീഡനമെന്നാണ് ആരോപണം. കുടുംബം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഇയാളെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. 2.5 വർഷമായി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആമിനയെ സഹപ്രവർത്തകർ അന്വേഷിച്ചു പോയപ്പോഴാണ് ആശുപത്രി മുകളിൽ അബോധാവസ്ഥയിൽ കണ്ടത്. കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ആമിനയുടെ മരണം. M5 ന്യൂസ് മലപ്പുറം. വയനാട്ടിൽ മദ്യം നൽകി 16-കാരിയെ പീഡിപ്പിച്ച 2 പേർ അറസ്റ്റിൽ. തവിഞ്ഞാൽ മക്കിമല കാപ്പിക്കുഴിയിൽ ആഷിക, 6-ാം നമ്പർ ഉന്നതിയിലെ ജയരാജൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തവിഞ്ഞാൽ മക്കിമല കാപ്പിക്കുഴിയിൽ ആഷിക, 6-ാം നമ്പർ ഉന്നതിയിലെ ജയരാജൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തലപ്പുഴ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. കുട്ടി സ്കൂളിലെത്താത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് വിവരം പുറത്തുവന്നത്. അച്ഛനും അമ്മയും വീട്ടിലില്ലായിരുന്ന നേരത്ത് കുട്ടിയെ വീട്ടിൽ നിന്ന് ബലമായി വലിച്ചിറക്കി മദ്യം നൽകി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. M5 ന്യൂസ് വയനാട്. കൊച്ചിയിൽ MDMA-യുമായി റെയിൽവേ TTE പിടിയിൽ. എളമക്കര സ്വദേശി EC അഖിൽ ജോസഫിനെയാണ് ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്തത്. 3 ഗ്രാം MDMA-യാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. കൊച്ചിയിലെ ഡാൻസ് ഓഫ് യൂണിറ്റ് 4 ആണ് ഇയാളെ പിടികൂടിയത്. ബോൾഗാട്ടി പാലത്തിന് സമീപം നിന്നാണ് പിടിയിലായത്. കുറച്ചു നാളുകളായി ഇയാൾ ഡാൻസ് ഓഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കഞ്ചാവ് ഓയിലും ഡാൻസ് ഓഫ് സംഘം ഇയാളുടെ പക്കൽ നിന്ന് പിടികൂടി. ഇവിടെ നിന്ന് ലഹരി ലഭിച്ചുവെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. M5 ന്യൂസ് കൊച്ചി. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനം VC-മാരുടെ പട്ടിക നൽകിയിട്ടുണ്ടെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ AYFന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. റീപോസ്റ്റ്മോർട്ടം വേണ്ടെന്ന ഷാർജയിൽ ജീവനൊടുക്കിയ വിഭജികയുടെ കുടുംബം. സംസ്കാരം നീണ്ടുപോകുമെന്ന കാരണം കൊണ്ടാണ് കുഞ്ഞിന്റെ മൃതദേഹം UAE-യിൽ സംസ്കരിക്കാൻ സമ്മതിച്ചതെന്നും കുടുംബം. കൊല്ലത്തെ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചു. തേവലക്കര ബോയ്സ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുനാണ് മരിച്ചത്. 13 വയസ്സായിരുന്നു. സംഭവത്തിൽ അന്വേഷിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മഴ മുന്നറിയിപ്പിൽ മാറ്റം. 4 ജില്ലകളിൽ റെഡ് അലർട്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.